മകളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട്, വീടുകളിലിരുന്നു കൊണ്ട്, ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു കൊണ്ട്, കൂട്ടമായും ഒറ്റയ്ക്കൊക്കെ ഇരുന്നു കൊണ്ട് ജെറൂസലേം പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സ്വർഗം കാണുന്നുണ്ട്. സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വചനം ശ്രവിക്കുക, അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുക എന്നുള്ളത്. അതുകൊണ്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വചനം ശ്രവിക്കുന്നവർക്കായി ഇതാ കർത്താവ് വചനം തരുന്നു. പ്രാർത്ഥനയോടെ വചനത്തെ സ്വീകരിക്കാം. ജ്ഞാനം 7:7. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. മകളെ, പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം ജ്ഞാനവും വിവേകവും നൽകുക. സാത്താൻ വളരെ സൂത്രക്കാരനാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രസാദവരം തകർത്ത് കളയുന്നവനാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ അവൻ രാവും പകലും ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് കുഞ്ഞു മക്കളെ നിങ്ങൾക്കറിയാമോ? നന്നായി പഠിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, നന്നായി അനുസരിക്കുക. പഠനത്തിന് തടസ്സമുണ്ടാക്കുന്ന മടി, അശ്രദ്ധ, ക്ഷീണം, ഉറക്കം, അന്യവിചാരങ്ങൾ, ദുഷിച്ച കൂട്ടുകെട്ടുകൾ, അതുപോലെ തന്നെ മോശമായ വിചാരങ്ങൾ, ദ്രവ്യാഗ്രഹം, മൊബൈൽ അഡിക്ഷൻസ്, ചാറ്റിങ്, മറ്റെല്ലാ ദുശീലങ്ങളിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ ജ്ഞാനം നിറയണം, വിവേകം നിറയണം. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്, ജ്ഞാനം സമ്പാദിക്കുന്നത് സർവപ്രധാനമാണ്. ജ്ഞാനത്തിൽ നിന്നാണ് നമുക്ക് വിവേകമുണ്ടാകുന്നത്. വിവേകമുള്ള ഒരു മകൾ ഒരു കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബം സ്വർഗമാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തതെന്ന് വിവേകപൂർവ്വം തീരുമാനമെടുക്കാൻ കഴിവുള്ള മക്കൾ നമ്മുടെ കുടുംബത്തിൽ ഇനിയും ഉദയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ ഇതാ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്ന് കാത്തു നിൽക്കുന്നത് കാണുന്നില്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.